ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നതേ നമ്മളുടെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, അതുപോലെ അവർ ഏതൊക്കെ യൂട്യൂബ് ചാനൽസ് വേണം കാണാൻ. അതായത് തുടക്കക്കാരായിട്ടുള്ള ഒരാളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ജോലി വേണമെന്നുള്ളൊരു ആഗ്രഹത്തിനപ്പുറം അവരുടെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഒന്നിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. എങ്ങനെ പഠിക്കണം എന്ന് നമുക്കറിയില്ല, നമുക്ക് ഏതൊക്കെ ക്ലാസ്സുകൾ കാണണം നമുക്കറിയില്ല, അതുപോലെ തന്നെ ടെലിഗ്രാം യൂസ് ചെയ്യണോ, അതുപോലെ യൂട്യൂബ് യൂസ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. റാങ്ക് ഫയൽ ഏത് മേടിക്കണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും ഉള്ളവരായിരിക്കും തുടക്കക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നോട് ഏത് റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നത്, ഏതാണ് നല്ലതെന്ന് വീണ്ടും വീണ്ടും എനിക്ക് കമൻറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെയും പറയുകയാണ്, ഞാൻ യൂസ് ചെയ്യുന്നത് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ്. ഡിഗ്രി ലെവലിലുള്ള ലക്ഷ്യയുടെ റാങ്ക് ഫയലും ടാലൻറ്റിൻ്റെ 10th ലെവലിലുള്ളൊരു റാങ്ക് ഫയലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ വേറൊരു കാര്യം, ഏത് മേടിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, ഒരിക്കലും മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് മേടിക്കരുത്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, മറ്റോരോരുത്തരുടെ റാങ്ക് ഫയലും കാര്യങ്ങളും നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് ഏതാണോ മനസ്സിലാവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള റാങ്ക് ഫയൽ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മേടിക്കുക. ഓക്കെ, അതാണ് കറക്റ്റായിട്ടുള്ളൊരു കാര്യം. പിന്നെ റാങ്ക് ഫയൽ മാത്രം നോക്കിയാണോ പഠിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അല്ല. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഓരോ സബ്ജക്റ്റിനും ഏതൊക്കെ ബുക്സാണ് ഞാൻ റെഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. അപ്പം അങ്ങനെ കണ്ടുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും. എല്ലാ വീഡിയോസിനും പറയുന്നത് പോലെ ഒരിക്കലും ഒരു റാങ്ക് ഫയൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കാതിരിക്കുക. ഓരോരോ സോഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓരോരോ സോഴ്സസും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ടെലിഗ്രാം, യൂട്യൂബ് പോലുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുക. ഒരിക്കലും റാങ്ക് ഫയൽ മാത്രം നോക്കി റാങ്ക് ഫയലിലുള്ളതാണ് ശരിയെന്നുള്ള രീതിയിൽ പഠിക്കാതിരിക്കുക. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ആദ്യം PSC വരുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, PSC ഒരിക്കലും ഒരു റാങ്ക് ഫയൽ നോക്കിയിട്ടല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു റാങ്ക് ഫയൽ പഠിച്ചു കഴിഞ്ഞോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ റാങ്ക് ഫയലും പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ യൂട്യൂബിൽ വരുന്ന ക്ലാസ്സുകളും എല്ലാം ഒരേ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്ലാസ്സുകളാണ് നല്ലതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മലയാളത്തിനായിട്ട് ഏതൊക്കെ ക്ലാസ്സുകളാണ് കാണുന്നത് എന്നുള്ളത് ആദ്യം പറയാം കേട്ടോ. അപ്പോൾ മലയാളത്തിനായിട്ട് ഞാൻ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്ലി PSC എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ട്ലി PSC എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ക്ലാസ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ മലയാളം ഫസ്റ്റ് ബെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ കുറച്ച് ക്ലാസ്സസ് ഉണ്ട്. യൂട്യൂബിൻ്റെ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അങ്ങനെ മലയാളത്തിന് മാത്രമായിട്ട് എടുക്കാതെ നമ്മൾ ഈ മലയാളത്തിൻ്റെ ഓരോ ടോപ്പിക്ക് വരുന്ന സമയത്ത് നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അടിച്ചു കൊടുക്കുമ്പോൾ വരുന്ന എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ കാണാറുണ്ട്. പിന്നെ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മാത്സ് PSC പഠിക്കുന്ന ആളുകൾക്കറിയാം, നമുക്ക് ട്രിക്ക് ടേൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് അല്ലേ. അതായത് ആരാണ്, ജെറിൻ സാറുടെ ട്രിക്ക് ടേൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. നമുക്ക് ഏറ്റവും ലോ ലെവൽ മുതൽ നമുക്ക് ഏറ്റവും ഡിഗ്രി ലെവലിൽ ചോദിക്കുന്ന ക്ലാസ്സുകൾ വരെയുള്ള എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടും മനസ്സിലാവുന്ന രീതിയിലും വളരെ ഒരു ഭയങ്കര രസമായിട്ടും ക്ലാസ് എടുത്ത് പോകുന്ന ഒരു സാറാണ് ജെറിൻ സാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും മികച്ചൊരു PSC മാത്സിൻ്റെ ഒരു ക്ലാസ് നമ്മൾ പെയ്ഡായിട്ട് ചേരുന്ന ക്ലാസ്സുകളിൽ പോലും നമുക്ക് കിട്ടില്ല. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് ആ സാറ് ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ ഞാനൊക്കെ PSCയിൽ മാത്സിൻ്റെ വിഭാഗത്തിൽ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ജെറിൻ സാറിൻ്റെ ക്ലാസ് തന്നെയാണ് കേട്ടോ. അതെനിക്ക് 100% എനിക്ക് പറയാൻ പറ്റും. മാത്സിൽ ഞാൻ ജെറിൻ സാറിൻ്റെ ക്ലാസ് അല്ലാതെ ഞാൻ വേറെ ഏതും ഞാൻ കാണാറില്ല. കാരണം എനിക്കത് മാത്രമേ എനിക്ക് വർക്കാവുള്ളൂ, എനിക്കത് മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ അവരുടെ തന്നെ ടെലിഗ്രാമിൽ തന്നെ സാറിൻ്റെ ചാനലിൽ തന്നെ നമുക്ക് ഒരുപാട് ചെയ്ത് പഠിക്കാനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും അവർ തന്നെ ഇട്ട് തരും. അപ്പോൾ ട്രിക്ക് ടേൺ എന്നാണ് സാറിൻ്റെ ചാനലിൻ്റെ പേര് വരുന്നത്. അപ്പോൾ മാത്സിന് ട്രിക്ക് ടേണും അതുപോലെ തന്നെ മലയാളത്തിനെന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി PSC ഇടയ്ക്ക് കാണാറുണ്ട്. അതുപോലെ നമ്മളുടെ മലയാളം ഫസ്റ്റ് ബെല്ല് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. പിന്നീട് നമുക്ക് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ പ്രിൻ്റ് എടുത്ത് പഠിക്കുക, അങ്ങനെയാണ് ഇതിന് ചെയ്യുന്നത്. ഇംഗ്ലീഷിനെന്ന് പറയുമ്പോൾ ജാഫേഴ്സ് PSC എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. ജാഫേഴ്സ് PSC എന്നാണോ ജാഫേഴ്സ് ഇംഗ്ലീഷ് എന്നാണോ എന്ന് ഒരു കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആ സാറിൻ്റെ ക്ലാസ് ഞാൻ കാണാറുണ്ട്. പിന്നെ ചക്രവാണി എന്ന് പറയുന്ന സാറിൻ്റെ ക്ലാസ് കുറച്ച് കണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ, റാങ്ക് ഫയൽ, ഈ മാത്സിനും മലയാളത്തിനും കൂടെ ഞാൻ റാങ്ക് ഫയൽ നോക്കും കേട്ടോ. റാങ്ക് ഫയലും എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്ന ഒരു റാങ്ക് ഫയൽ തന്നെയാണ്. അപ്പോൾ ഞാൻ റാങ്ക് ഫയൽ നോക്കാറുണ്ട്. അപ്പോൾ ഇത് PSC പിന്നെ പ്ലസ് ടെലിഗ്രാം. പിന്നെ ഹിസ്റ്ററി ജോഗ്രഫി എന്നൊക്കെ പറയുന്ന സമയത്ത്, ഹിസ്റ്ററി ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഉണ്ടല്ലോ, എന്താണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസും വിത്ത് റിലേറ്റഡ് ഫാക്ട്സും കൂടുതലായിട്ട് പഠിക്കുക. ഓക്കെ, ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവാനും ബോറടി ഇല്ലാതെ നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന്
നമുക്കങ്ങനെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കാണുന്ന 1-2 പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ നല്ലൊരു ബുക്ക് മേടിക്കുക. ബുക്ക് മീൻസ് നമ്മുടെ സൈലത്തിൻ്റെയോ ടാലൻറ്റിൻ്റെയോ അതുപോലെ ലക്ഷ്യയുടെയോ വേറെ ഒരുപാട് കോച്ചിങ് അക്കാദമി അവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും നല്ലതൊരെണ്ണം മേടിച്ച് അത് പഠിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മുടെ ഈ ടെലിഗ്രാം ചാനലുകളിൽ തന്നെ ഡെയിലി വരുന്ന പേപ്പർ കട്ടിങ്സ് ഉണ്ടല്ലോ, പത്രവാർത്തകൾ അവർ നല്ല രീതിയിൽ അതിനൊരു ക്വസ്റ്റ്യൻ രൂപത്തിലാക്കിയിട്ട് ഇടുന്ന ഒരുപാട് ടെലിഗ്രാം ചാനൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രീ ക്ലാസ്സസ് ആണ് കേട്ടോ, നമുക്ക് അതൊന്നും പെയ്ഡ് അല്ല. അപ്പോൾ അത് ഒരു നോട്ടായിട്ട് ഇപ്പോൾ നമുക്ക് പറ്റിയൊരു അവസരമാണ്. കാരണം ഇപ്പോൾ ജനുവരി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ എഴുതി തുടങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടൊന്നും നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഏരിയാസും കവർ ചെയ്ത് വരുന്നത് പോലൊരു ക്ലാസ്സും നോട്ട്സും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫെയർസ് പഠിക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. കാരണം എന്താണ്, ഒരു ദിവസത്തെ കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ല അല്ലേ, അതായത് 2-3 പേജസ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഡെയിലി നോട്ട്സ് എഴുതി പഠിക്കുന്നതൊരു വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ എന്താണ് നമ്മുടെ എക്കണോമിക്സ്, അതുപോലെ തന്നെ നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ, സുപ്രധാന നിയമങ്ങൾ. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകമായിട്ടൊരു ക്ലാസ് ഇല്ല. അതൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട്, അതായത് പെർട്ടിക്കുലറായിട്ട് ഇപ്പോൾ മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനും ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ചാനൽ എന്നുള്ള രീതിയിൽ എടുക്കുന്നത് പോലെ ഇതിനൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഒരു ചാനലോ ക്ലാസ്സോ ചാനൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഈ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സൈലത്തിൻ്റെ ലക്ഷ്യയുടെ അങ്ങനെയൊക്കെ ഒരുപാട് ചാനൽസ്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതിൽ തന്നെ ഈ ബാക്കിയുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയി തന്നെ എടുത്തു പോകുന്നുണ്ട്. അപ്പോൾ LDCയുടെ സമയമൊക്കെ വന്ന സമയത്ത് ഞാൻ ഒരുപാട് കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളും കാര്യങ്ങളായിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് അങ്ങനെ നോക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് പോലെ തന്നെ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫെയർ മറ്റുള്ള സബ്ജക്ട്സിന് കൊടുക്കുന്നതിനേക്കാളും ഒരു പടി മുന്നിൽ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും മടി പിടിച്ച് പഠിക്കുന്ന സബ്ജക്ട്സ് ആയിരിക്കും ഇത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡെയിലി ഒരു മണിക്കൂറെങ്കിലും ഈ 4 ടോപ്പിക്സിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വച്ചേ പറ്റുള്ളൂ. ബാക്കിയുള്ള സബ്ജക്ട്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ കൊണ്ട് ദിവസങ്ങളോളം ഇരിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് പഠിക്കാനായിട്ട് എപ്പോഴും നോക്കുക. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, തുടക്കക്കാർ പഠിച്ചു തുടങ്ങേണ്ടത് എപ്പോഴും ഒരു റാങ്ക് ഫയൽ മേടിച്ച് ഉടനെ തന്നെ വലിയ വലിയ ടോപ്പിക്സ് എടുത്ത് അതിനെ ഭയങ്കരമായിട്ട് കടുകട്ടിയായിട്ടുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങാതെ എപ്പോഴും മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും തുടങ്ങുക. ഓക്കെ, മുൻവർഷ ചോദ്യങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അത് സ്വയം നിങ്ങളൊന്ന് വിലയിരുത്തുക. അതായത് എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് പോകുന്നത്, നമ്മളെങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളൊരു ഒരു ബോധ്യം നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് വരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വയം നോക്കുക എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ബോധം നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ വലിയ വലിയ ടോപ്പിക്സിലോട്ടും കാര്യങ്ങളിലോട്ടും നിങ്ങൾ പോവുക. ഓക്കെ, അപ്പോൾ ഒരു റാങ്ക് ഫയൽ മേടിച്ച് ഉടനെ പഠിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ PSCയുടെ പാറ്റേൺ ആകെ മാറി പഴയ പോലെ അല്ല ഇപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയാണ് അല്ല, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2021 മുതലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം PSCയുടെ പാറ്റേൺ ആകെ മാറി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറി വരുന്ന പരീക്ഷകളും അതിൻ്റെ മാറ്റങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങുക. പിന്നീട് സിലബസ് എടുത്ത് ഓരോ ടോപ്പിക്കും എന്താണെന്നുള്ളത് നോക്കുക. ഒരു സോഴ്സിൽ നിന്ന് മാത്രം ആ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കാതെ റാങ്ക് ഫയലും PSCയുടെ വേറെ ക്ലാസ്സുകൾ കിട്ടുമെങ്കിൽ അതും, വേറെ ബുക്സ് അവൈലബിൾ ആണെങ്കിൽ അതും, അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ യൂട്യൂബ്, ടെലിഗ്രാം എന്നിവിടങ്ങളിൽ നിന്ന് എല്ലാം നമ്മളൊരു നോട്ട്സ് ശേഖരിച്ച് അതിൽ വേണ്ടത് മാത്രം നോട്ടാക്കി പഠിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, പിന്നീട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വലിയ വലിയ ടോപ്പിക്സും കാര്യങ്ങളും നോക്കി പഠിച്ചു പോകുന്നതാണ് ഒരു ബിഗിനർക്ക് നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തുടക്കക്കാർ ഒരിക്കലും ആദ്യം തന്നെ വലിയ ടോപ്പിക്സിലോട്ട് പോകാതെ ചെറിയ ടോപ്പിക്കുകളിൽ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ പഠിച്ച് തുടങ്ങുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നമുക്ക് എന്തായാലും ഇത് നമ്മുടെ കയ്യിൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും.